പ്രിയമുള്ള കടപ്പുറം നിവാസികളെ, വമ്പിച്ച കടക്കണി വിരുദ്ധ സമ്മേളനം. കൊള്ളപ്പലിശയ്ക്കും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ ചൂഷണങ്ങൾക്കുമെതിരെ കടബാധിതരായ മനുഷ്യരുടെ പ്രതിഷേധ കൂട്ടായ്മ നവംബർ 25 കമ്മ്യൂണിറ്റി ഹാളിൽ. കടം മേടിച്ചതിന്റെ പേരിൽ സ്വത്തിനും ജീവനും ഭീഷണി നേരിടുന്നവർ ഓർക്കുക, പങ്കെടുക്കുക. ഇതൊരവസാനത്തെ അവസരമാണ്. പ്രതിഷേധ യോഗത്തിൽ അണിചേരൂ, കടബാധ്യതയിൽ നിന്ന് മോചിതരാകൂ. ഹലോ, ടെസ്റ്റിംഗ്, മൈ ടെസ്റ്റിംഗ്. ഹലോ. പ്രിയമുള്ള കടപ്പുറം നിവാസികളെ, ഞങ്ങൾ ഇവിടെ ഒരു രഹസ്യ സർവേ നടത്തി. ശ്രീ ഇളമുട്ടം പാപ്പച്ചൻ, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ധനകാര്യ സ്ഥാപനങ്ങളുമാണ് ഇവിടെ പലർക്കും പണം പലിശയ്ക്ക് കടം കൊടുത്തിട്ടുള്ളത്. കൊടുത്ത പണം തിരിച്ചു പിടിക്കാൻ വേണ്ടി മനുഷ്യത്വരഹിതമായ പല പരിപാടികളും നിങ്ങൾക്കെതിരെ അദ്ദേഹം ചെയ്തു വരുന്നതായി ഞങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അയാളെ പൂട്ടണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി കമ്മ്യൂണിറ്റി ഹാളിൽ ചേരുന്ന യോഗത്തിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കെടുത്തത് വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. അപ്പൊ യോഗത്തിന് വന്നാൽ മേടിച്ച കാശ് തിരിച്ചു കൊടുക്കണ്ടേ? വേണ്ടല്ലോ. എങ്കിൽ നമ്മ വരും, നമ്മ വന്നു. അത് കടപ്പുറത്തെ കടക്കാരെ സമ്മേളന ഹാളിലിട്ട് പാപ്പച്ചന്റെ ഗുണ്ടകൾ അവരാഗ്രഹിച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു. സമ്മേളനം ഉഷാറായത് അങ്ങനെയായിരുന്നു. പുഴകൾ, മലകൾ, പൂവനങ്ങൾ, മുതലാളി, ഞാനാ വിവേകാനന്ദൻ. പേടിപ്പിച്ചോളാ. നീ നിന്റെ വാക്ക് പാലിച്ചു, ഇനി എന്റെ കൂടെ അല്ലയോ? അതെ അതെ. 3 മാസക്കാലത്തേക്ക് നിന്റെ കടക്കാരും നിന്നെ ശല്യപ്പെടുത്തില്ല. ഈ 3 മാസക്കാലം നീ ഇളമുട്ടം ഫൈനാൻസേഴ്സിലെ ഒരു ബ്രാഞ്ചിലെ മാനേജറായിട്ട് ജോലി ചെയ്യും. കടപ്പുറം ബ്രാഞ്ചിലാണെങ്കിൽ അവരെ തെരണ്ടിവാലിനടിക്കും. അവിടെ വേണ്ട, വേറൊരു സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ആ ബ്രാഞ്ചിലെ നിന്റെ പ്രവർത്തനം കണ്ടിട്ടാവും ബാക്കി കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും. ഒരഭ്യർത്ഥന കൂടി ഉണ്ട്. എന്താണ്? ഇവനും കൂടി എന്തെങ്കിലും ഒരു ജോലി. എന്താ തന്റെ യോഗ്യത? സാംസ്കാരിക പ്രവർത്തകനാ. അതാണോ യോഗ്യത? അല്ല, അത് പിന്നെ നിവൃത്തികേടുകൊണ്ടാ. എങ്കിൽ റിക്കവറി ആയിക്കോട്ടെ. എന്ത് റിക്കവറി മാനേജർ? ഈ വണ്ടികളൊക്കെ തിരിച്ചു പിടിക്കില്ലേ ആ വിങ്ങിന്റെ തലവൻ. വലിയ ഉപകാരം. കേട്ടോ വിവേകാനന്ദ, മുതലാളിക്ക് നിന്നെ ഇഷ്ടപ്പെട്ട നിന്റെ സമയം മാറിയെന്ന് കൂട്ടിയാ മതി. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പോഴും നിന്റെ സമയം മാറിയെന്ന് തന്നെ കൂട്ടിയാ മതി. ഇതാണ് മാനേജറുടെ ക്യാബിൻ. ഇത് ലോക്കറിന്റെ താക്കോൽ. ഇത് വെറും ഒരു താക്കോലല്ല, സ്വർഗവും നരകവും ഇതിട്ടാ തുറക്കാൻ പറ്റും. ഏത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് നീയാ, നിന്റെ പ്രവൃത്തികൾ. കണ്ടല്ലോ, ജിഞ്ചർ. ജിഞ്ചറോ? അതെ, ജിഞ്ചർ, ഇഞ്ചി. സ്വർണത്തിന് ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേരാണ് ജിഞ്ചർ. ജിഞ്ചറിനെ ഇഞ്ചിന്ന് മാത്രമല്ല, വീര്യം, ശൗര്യം എന്നൊക്കെ വേറെ അർത്ഥമുണ്ട്. ശരിയാ, ഇവൻ കയ്യിലുണ്ടെങ്കിൽ ഉഷാറൊന്നും വേറെ തന്നെയാ. പലരും പണയം വെക്കാൻ കൊണ്ടുവന്ന ഉരുപ്പടികള് ഒരുപാട് പേരുടെ മോഹങ്ങളും മോഹഭംഗങ്ങളും ആയിരിക്കുന്നേ. വളരെ ഉത്തരവാദിത്വത്തോടു കൂടി വേണം നോക്കി കണ്ടു ചെയ്യാൻ. ഇവിടെ എന്തെങ്കിലും ഒരു മൈനസ് വന്നാ അത് വിവേകാനന്ദന്റെ മാത്രം കുഴപ്പം കൊണ്ട് വരുന്നതായിരിക്കും. എന്തെങ്കിലും പ്ലസ് വന്നാലോ അതിന്റെ ക്രെഡിറ്റ് ഇളമുട്ടത്തിന് അവകാശപ്പെട്ടതായിരിക്കും. ഗുരുവായൂരപ്പാ, എല്ലാം ഭംഗിയാക്കണേ. എന്തായി? കഴിഞ്ഞു സർ. ആര് പറഞ്ഞു കഴിഞ്ഞു? തുടങ്ങാൻ പോണല്ലേ ഉള്ളൂ. മീൻ വെട്ടാൻ അറിയോ? എനിക്ക് മീന് വളരെ എളുപ്പമല്ലേ. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഇന്നലെ മാർക്കറ്റിൽ പോയപ്പോ നല്ല അസല് മത്തി കിട്ടി. ഇവിടെ രുചിയുടെ ഗുണത്തിന്റെ കാര്യത്തിൽ ഇവനോളം വരില്ല മറ്റൊരു മത്സ്യവും. അതറിയോ എനിക്ക്? എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് വെട്ടി തുടങ്ങിക്കോ. അല്ല, അവിടെ മാനേജർ പോസ്റ്റിലുള്ള ജീവിതം ഐശ്വര്യമായിട്ട് തുടങ്ങി വെച്ചിട്ടുള്ളൂ. മറന്നിട്ടില്ലടോ. ഇത്രയും കാലം പക്കാ വെജിറ്റേറിയൻ ആയിരുന്ന താനിനി അങ്ങോട്ട് നോൺ വെജ് ആവാൻ പോവല്ലേ. നല്ല എരിവും പുളിയൊക്കെ ഉള്ള മത്തിക്കറി പോലെ വെട്ടി തുടങ്ങിക്കോ. വെട്ടുന്നതിന്റെ ഇടക്കായിക്കോട്ടെ ബാക്കി കഥ. ശരിയാണ് സാർ. ഉള്ളി സാമ്പാറും തൈര് സാധമൊക്കെ കൂട്ടി നല്ല സ്വസ്ഥമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഇളമുട്ടം ഫൈനാൻസേഴ്സിലെ എൻ്റെ ജീവിതം പെട്ടെന്നൊരു ദിവസം യൂട്ടേൺ എടുത്ത പോലെയാണ് സാർ നോൺ വെജായിട്ട് മാറിയത്. കുടംപുളിയിട്ട് പറ്റിച്ച ഈ മത്തിക്കറി പോലെ. എക്സ്ക്യൂസ് മീ. ഇരിക്കൂ. എൻ്റെ പേര് രൂപ. ഞാനിവിടെ ഒരു പണയം വെച്ചിട്ടുണ്ടായിരുന്നേ, അതെടുക്കാൻ വേണ്ടി വന്നതാ. ശരി, കാർഡ് എവിടെ? കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. വിവേകാനന്ദ
അതാ ആ. രൂപ. എന്തേലൊന്നുമില്ല പോടാ അവിടെ. അതല്ല മറ്റേ രൂപ. എന്ത് ദോ അവിടെ ഏ രൂപ അതന്നെ. ഏ? ആ, ആണോ? അത് തന്നെയാ. ആണോ? താങ്ക്സ്. ഓക്കെ. രൂപ എന്നെ മനസ്സിലായോ? ഒന്ന് ആലോചിച്ചു. ഹോ, എന്റെ ജീവിതം മാറ്റിമറിച്ച ആളല്ലേ? 9847042634. അത് പിന്നെ അന്നൊരു ചെറിയ തെറ്റ് പറ്റി. കുട്ടിയുടെ ഏട്ടൻ പോലീസിനോടുള്ള പേടി കാരണം ലാസ്റ്റ് ഡിജിറ്റ് നമ്പറിൽ മനഃപൂർവ്വം ഒരു ചെറിയ ഭേദഗതി. 1 പകരം 4. അതൊരു ചെറിയ ഭേദഗതിയൊന്നും ആയിരുന്നില്ല. 1 4 ദൂരം അത് വളരെ വലുതാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തില്ല. അല്ല ആ ഒന്ന് അകത്തിരിപ്പുണ്ട്. വിരോധമില്ലെങ്കിൽ ഒന്ന് കാണാം. ഇതാണാ 1. ആ, വിവേകാനന്ദൻ ഇരിക്കൂ. എന്തേ എന്താ? ഹേയ്, ഞാൻ എന്റെ പൊട്ടത്തരത്തെ കുറിച്ചൊന്ന് ഓർത്തു പോയതാ. ആ, പെൺകുട്ടികൾക്ക് വേണ്ടത് ഭംഗിയല്ല ബുദ്ധിയാണെന്ന് ഇനി എപ്പോഴും എന്നെ പോലുള്ളവർ മനസ്സിലാക്കാൻ പോണത്. അല്ല രൂപയുടെ മൂല്യം അല്ല ലൈഫ്. മൂല്യെന്ന് തന്നെയാ നല്ല പ്രയോഗം. അത് കുറഞ്ഞു. ഓ. ഏട്ടൻ പോലീസ് ഒരു ആക്സിഡന്റിൽ പെട്ടായിരുന്നു. സന്തോഷായി. എന്നിട്ട് മരിച്ചുവോ? ഇല്ല, ഓ, പാരാലിസിസ് വന്ന കിടപ്പിലായ വിവരം നിങ്ങൾ അറിഞ്ഞില്ലേ? ഇല്ല അതപ്പോ ഞങ്ങൾ അറിഞ്ഞില്ല. എപ്പോ? ഞങ്ങൾ അവിടുന്ന് മാറി കുറച്ചു കഴിഞ്ഞിട്ടായിരുന്നു അപകടം. ഓ, അതൊക്കെ പോട്ടെ. രൂപ എന്താ ഇവിടെ? അതെ അതെ. ഞാൻ കുറച്ച് ഓർണമെന്റ്സ് പണയം വെച്ചിരുന്നു, അതൊന്നും എടുക്കാൻ വന്നതാ. സോറി, യെസ്. നീ ഇതിനകത്തിരിക്കായിരുന്നു. കഴിഞ്ഞില്ല നിന്റെ പ്രൊസീജിയർ? മോഹൻ, മീറ്റ് മിസ്റ്റർ വിവേകാനന്ദൻ. ആ ഹായ്, ഞാൻ ഈ ബ്രാഞ്ചിലെ മാനേജരാ. മോഹനെ മനസ്സിലായില്ലേ? തെറ്റി പറഞ്ഞ ആ ഡിജിറ്റ് 4. മോഹൻ, ഇതാണ് ആ ഫോണിന്റെ യഥാർത്ഥ ഉടമ. അപ്പോ ഇയാൾക്ക് പകരമാണ് ഞാൻ രൂപയുടെ ജീവിതത്തിലേക്ക് കയറിയത് അല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം നമ്പർ തെറ്റി വന്നൊരു കോൾ, അതും രൂപയെ പോലെ ഭംഗിയുള്ള ഒരു പെൺകുട്ടിയുടെ ഭംഗിയുള്ള ശബ്ദത്തിൽ വന്ന കോൾ. നിങ്ങളാണോ ഫോൺ കൊടുത്തയച്ചെന്ന് ചോദിച്ചപ്പോൾ അല്ല എന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല. ഒരു തരത്തിൽ പറഞ്ഞ ഞാൻ വിവേകാനന്ദനോട് കാണിച്ചത് വിശ്വാസവഞ്ചനയാ. പക്ഷേ നമ്പർ തെറ്റിച്ചു കൊടുത്ത് വിവേകാനന്ദന്റെ ഫ്രണ്ട് എന്നോട് കാണിച്ചതും അത് തന്നെയായിരുന്നു. അന്ന് ആ ഫോണും നമ്പറും ഏട്ടൻ പോലീസുകാരന്റെ കൈ കൊടുത്തിട്ട് ഈ നമ്പറുകാരന്റെ വാരിയിൽ ഇടിച്ചൊടിച്ചേക്കണമെന്നെങ്ങാനും ഇവള് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ സ്ഥിതി എന്താകുമായിരുന്നു? ഇവളത് ചെയ്തില്ല, ചെയ്യില്ല. കാരണം സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പാവം പെൺകുട്ടിയാ എന്റെ രൂപ. നിന്റെ വിവരക്കേട് ആ ഒറ്റ കാരണം കൊണ്ടാ എനിക്ക് അവളെ നഷ്ടപ്പെട്ടത്. അവസാന ഡിജിറ്റ് തെറ്റിപ്പറഞ്ഞ് നീ എനിക്ക് വരുത്തിയ നഷ്ടം, അതിന്റെ വില എന്താ നിനക്കറിയാമോ? എന്റെ രൂപ എന്നവ പറഞ്ഞപ്പോ ഞാനങ്ങനെ തകർന്നു പോയി, അറിയാമോ? ഓരോ പെണ്ണിനും ഓരോ യോഗമുണ്ട് വിവേകാനന്ദ. ഉവ്വ, ഉവ്വ. ഓരോ മണിയിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ, അല്ല ധാന്യമണിയിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ പെണ്ണിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് പടച്ചോൻ അവളുടെ ഉടയോന്റെ പേര്. രൂപ മോഹന്റെ പെണ്ണാവേണ്ടവള് തന്നെയായിരുന്നു. അതിന് ഞാനും നീയും പിന്നെ ആ മൊബൈലും ഒരു നിമിത്തമായെന്ന് മാത്രം. എന്തായാലും പെണ്ണ് രക്ഷപ്പെട്ടല്ലോ, അതെ, അത് മതി. ഒന്നിങ്ങടെ ഇറങ്ങോ. അതെ, യഥാർത്ഥ സുഹൃത്താണെങ്കിൽ ഇങ്ങനെ തന്നെ വേണം. അതാണ് സന്തോഷായി. ഇവിടുന്ന് വീട്ടിലേക്ക് 7 കിലോമീറ്റർ അല്ലേ? അതെ, കാണും. നടന്നു വേണം പന്നി. തന്റെ യോഗം. എന്ത്? അവളെ എനിക്ക് നഷ്ടപ്പെട്ടതോ? എന്താ സംശയം? ആണുങ്ങളുടെ മനസമാധാനം കളയാൻ വേണ്ടി ഭൂമിയിൽ വന്ന് ജനിച്ച രക്തരക്ഷസുകളാടോ ഈ പെണ്ണുങ്ങള്. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം എന്ന് കുഞ്ചൻ നമ്പ്യാർ എഴുതിയത് വെറുതെ ആണെന്നാണോ തന്റെ വിചാരം? കുഞ്ചൻ നമ്പ്യാർക്ക് എഴുതി വെച്ചാൽ മാത്രം പോരെ, അനുഭവിച്ചത് ഞാനാ. ശരിക്കും അങ്ങോട്ട് അനുഭവിച്ചു.